അപ്പോൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനത്തെ തന്നെ ഒരു സ്ട്രെസ് ഡിസോർഡറാണ്. ഇതിൻ്റെ പേരാണ് ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ല, അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ഇത് മോസ്റ്റ് പ്രോബബ്ലി ഇതുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രോമാറ്റിക് ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒരാൾക്കുണ്ടായി വിത്തിൻ 3 to 30 days വരെ ഇയാൾക്ക് ASD എന്ന് പറയുന്ന ഒരു അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എക്സ്പീരിയൻസ് ചെയ്യും. എപ്പോഴാണോ ആ ഒരു 1 month, ആ 30 days കഴിയുന്നത്, ആ ഒരു നിമിഷം മുതൽ ഇതിന് ക്ലിനിക്കലി ഡയഗ്നോസ് ആവുന്നത് PTSD എന്ന് വിളിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 3 ദിവസം മുതൽ 30 ദിവസം വരെയാണ്. അപ്പോൾ ഈ ASDയുടെ മേജർ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറൗസൽ സിംറ്റംസ് കാണിക്കും. അവർക്ക് സ്ലീപ്പ് ശരിയായിരിക്കില്ല, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ അവോയ്ഡൻസ് സിംറ്റംസും ഉണ്ടാവും. അവരങ്ങനത്തെ ആ ഒരു ട്രോമ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ അവർ മാറിപ്പോകാൻ നോക്കും. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരും അതിൻ്റെ ഒരു സാഹചര്യങ്ങളും എല്ലാം അവർ മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഡിസ്അസോസിയേറ്റീവ് സിംറ്റംസും അവർ കാണിക്കും. അവരെ തന്നെ ചോദ്യം ചെയ്യും, ഞാനായിരുന്നു ശരിക്കും ഈ ഒരു ട്രോമയിൽ കൂടെ പോയിരുന്നത്, ആ ട്രോമ അങ്ങനെ ശരിക്കും നടന്നിട്ടുണ്ടോ, അങ്ങനെ അവരെ തന്നെ സംശയിക്കും. ഇൻട്രൂഷൻ സിംറ്റംസും ഉണ്ടാവും. ഈ ഉണ്ടായ ഒരു ട്രോമാറ്റിക് ഈവന്റിനെ കുറിച്ച് അവരിങ്ങനെ ഡ്രീം ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലാഷ് ബാക്സ് ഉണ്ടാവും. അവരുടെ ചിന്തേനെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ഒരു ട്രോമാറ്റിക് ഈവന്റ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോസൽ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേജർ ആക്സിഡന്റ് ആവാം, ഒരു നാച്ചുറൽ കലാമിറ്റി ആവാം, അതുപോലെ തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രാഫിക്കിംഗ് ആവാം. ഇനി ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മെഡിക്കേഷൻസും ഉണ്ട്. മെഡിക്കേഷൻ്റെ കൂടെ തന്നെ തെറാപ്പീസും ഹെൽപ്ഫുള്ളാണ്. സൈക്കോതെറാപ്പി, എസ്പെഷ്യലി CBT, ട്രോമ ഫോക്കസ്ഡ് CBT,